ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടെക്നിക്സിൻ്റെ ഒരു ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിലിപ്സിൻ്റെ സർക്യൂട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. ഫിലിപ്സ് 40 എന്ന് പറയുന്നൊരു ക്ലാസ് എ ബി വിഭാഗത്തിൽപ്പെട്ട ഒരു ആമ്പാണ്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്സ് 40 സർക്യൂട്ട് എന്താണോ അതുപോലെ തന്നെ ചെയ്തു വച്ചേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഫിലിപ്സ് 40 ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു പി സി ബി നല്ലൊരു ഗ്ലാസ് എപ്പോക്സി പി സി ബി ആണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്ലാസ് എപ്പോക്സി പി സി ബിയിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ സതീഷ് ചേട്ടൻ്റെ കമ്പനിയാണ് ടെക്നിക്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പി സി ബികളാണ് സതീഷ് ചേട്ടൻ ചെയ്യുന്നത്. കൂടെ തന്നെ ഈ ഒരു ടെക്നിക്സ് ബോർഡിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അസംബ്ലി ചെയ്ത് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പോണൻസ് ഇല്ലാതെ അതിൻ്റെ പി സി ബി മാത്രം, ഈ കാണുന്ന പി സി ബി മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് നിങ്ങൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീഷ് ചേട്ടൻ്റെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സതീഷ് ചേട്ടൻ അയച്ചു കൊടുക്കാവുന്നതാണ്. ആ ക്യാഷ് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിൻ്റെ പി സി ബിയോ അല്ലെങ്കിൽ പി സി ബി ആയിട്ടോ അല്ലെങ്കിൽ കമ്പോണൻസ് ഇട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എന്താണ് ആ രീതിയിൽ നിങ്ങളെ കയ്യിൽ ഇത് പുള്ളിക്കാരെ എത്തിച്ച് തരുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സന്തോഷേട്ടൻ വാങ്ങിയിട്ട് കമ്പോണൻസ് ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. സന്തോഷേട്ടൻ്റെ നല്ലൊരു ആംപ്ലിഫയർ പണിയുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാബിനറ്റൊക്കെ വെച്ച് ആംപ്ലിഫയർ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു 2 ബോർഡുണ്ട്, അത് 2 എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ട് കാണിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത ഇത് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. സിംഗിൾ സപ്ലൈ ഒരു 50 വോൾട്ടോ അല്ലെങ്കിൽ 55 വോൾട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എർത്ത് സൈഡ് ഇതാണ്. വോൾട്ടേജ് ഇൻപുട്ടിൻ്റെ എർത്ത് സൈഡ് എർത്തല്ല, നെഗറ്റീവ് സൈഡ് ഈ സൈഡും പോസിറ്റീവ് സൈഡ് ഈ സൈഡുമാണ് വരുന്നത്. 55 വോൾട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അവർ. കൂടാതെ തന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഈ കാണുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 15 വോൾട്ട് സപ്ലൈ ഡി സി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇവിടെയാണ് അത് കൊടുക്കാനുള്ളത്. അതിൻ്റെ ഗ്രൗണ്ട് ഇതും 15 വോൾട്ട് പോസിറ്റീവ് സൈഡ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതും സിംഗിൾ റെയിൽ തന്നെയാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇൻപുട്ടാണ്. ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് നമ്മൾ ഇതിന് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. അതും പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് പോസിറ്റീവ് ഗ്രൗണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ 3055 3055 ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ 2N3055 വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെറ്റൽ ക്യാൻ ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ TO3 ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അല്ല യഥാർത്ഥ സർക്യൂട്ടിൽ 3055 പറയുന്നുണ്ട്, 2N3055 പറയുന്നുണ്ട്. അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 5200 വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. പക്ഷേ അതിനനുസരിച്ച് ക്വാളിറ്റിക്കും ടോണിനും ഒക്കെ വ്യത്യാസം വരും. സർക്യൂട്ടിൽ അവർ പറഞ്ഞിട്ടുള്ളത് 3055. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ, ഈ കാണുന്ന ട്രാൻസിസ്റ്റർ 3055. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ നല്ല ഒറിജിനൽ ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത ബോർഡാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി BNBയുടെ ഒക്കെ കപ്പാസിറ്ററൊക്കെയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇത് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനോ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ അത് കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് കപ്പാസിറ്റർ കപ്പിൾഡ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 40 വാട്ടാണ് മാക്സിമം. ഇതിനകത്ത് 60 വോൾട്ട് നമുക്ക് കൊടുക്കാം. 60 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 ohms നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിലും ടെക്നിക്സ് ഈ ഒരു സർക്യൂട്ട് എനിക്ക് തോന്നുന്നു 8 ohms തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അവർ. ഈ പറയുന്ന വോൾട്ടിൽ സിംഗിൾ സപ്ലൈയിൽ നമ്മൾ 40 വാട്ട്സ് നമുക്ക് 8 ohms എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സർക്യൂട്ട് ഫിലിപ്സിൻ്റെ സർക്യൂട്ട് ബുക്കിൽ മാഗസീനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാഗസീനിൽ എങ്ങനെയാണോ അവർ ആ സർക്യൂട്ട് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ആമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിലിപ്സ് 4040 ആമ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് വാങ്ങണമെന്ന് താല്പര്യം വന്നിട്ട് ഒരിടം കിട്ടാനുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നൊരു ബോർഡ് തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സതീഷ് ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സതീഷ് ചേട്ടനെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഏകദേശം കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് PCB ആയിട്ടും കിട്ടും. അസംബിൾഡ് ആയിട്ടുള്ള ഈ കമ്പോണൻസ് ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള ബോർഡായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. സതീഷ് ചേട്ടനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുന്ന കമ്പോണൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എൽനയും പിന്നെ BNB ഒക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സന്തോഷ് ചേട്ടൻ ചെയ്തതാണ് ഈ ഒരു ബോർഡ്.
അപ്പം സന്തോഷ് ചേട്ടൻ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PCB വാങ്ങിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് വാങ്ങി ഇട്ട് ഉപയോഗിക്കാം. അത് എത്ര വില കൂടിയ കമ്പോണൻസ് ഇടുന്നോ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട്, അതായത് വില കൂടിയ കമ്പോണൻസ് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആയിരിക്കണം അതിനകത്ത്. അപ്പോൾ MFR റെസിസ്റ്റേഴ്സും നല്ല ക്വാളിറ്റിയുള്ള നിച്ചിക്കോൺ അല്ലെങ്കിൽ അതുപോലെ വീമ അതുപോലത്തെ കപ്പാസിറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസം നമുക്ക് കിട്ടും. അതിനനുസരിച്ച് വിലയും കൂടുതലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് PCB അസംബിൾഡ് PCB എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. സതീഷ് ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ സഹായമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ ഇതുപോലത്തെ ആമ്പൊക്കെ അന്വേഷിച്ച് കിടക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, ആദ്യമായിട്ട് കാണുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.